ദൈവത്തിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ബൈബിളിൽ വെളിപാട് 2-ാം അധ്യായം 21-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അനുദപിക്കാൻ ഞാൻ അവൾക്ക് അവസരം നൽകി. പ്രിയമുള്ളവരെ, നിങ്ങളിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലായിരുന്നാലും തകർച്ചയിലായിരുന്നാലും നിങ്ങൾ അനുദപിക്കാൻ തയ്യാറാണോ? ഉറപ്പായും ദൈവം നിങ്ങളെ കൈപിടിച്ചുയർത്തും. അവിടുന്ന് നമ്മളെ തള്ളിക്കളഞ്ഞില്ല, പകരം അവിടുന്ന് നമുക്കൊരവസരം നൽകി. പലപ്പോഴും ജീവിതത്തിൽ എനിക്കിത് ലഭിച്ചില്ല, ഇത് കിട്ടിയില്ല, എനിക്കിങ്ങനെ ആവാൻ പറ്റിയില്ല, ഞാൻ പ്രതീക്ഷിച്ചതൊന്നും എനിക്ക് നേടാൻ സാധിച്ചില്ല എന്നിങ്ങനെയുള്ള അനേകായിരം പരാതികൾ മാത്രമാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചതെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ നിങ്ങളെ സ്വയം ആത്മപരിശോധന ചെയ്ത് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ, നമ്മൾ കാരണം മറ്റുള്ളവർ നേരിടേണ്ടി വന്ന വേദനകൾ, സഹായിക്കാൻ പലപ്പോഴും അവസരങ്ങൾ കിട്ടിയിട്ടും നോക്കി നിന്ന സാഹചര്യങ്ങൾ, മറ്റു ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ, തെറ്റാണെന്നറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും ചെയ്ത പാപങ്ങൾ, ഇതിലെന്തെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഓർത്ത് ഈ നിമിഷം നിങ്ങൾ ഒന്ന് ആത്മപരിശോധന ചെയ്തു നോക്കുക. കർത്താവ് നിങ്ങൾക്ക് തന്ന അവസരമാണിത്. നിങ്ങളുടെ ഓരോ തെറ്റുകളും ഏറ്റുപറഞ്ഞ് നിങ്ങൾ ഈ നിമിഷം അനുദപിക്കാൻ തയ്യാറാണോ? എങ്കിൽ നാളിതുവരെയും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും പ്രതീക്ഷിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും ലഭിക്കാത്ത എല്ലാ കാര്യങ്ങളിലും ഇന്ന് കർത്താവ് ഇടപെടും. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥന ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ദൈവം നിങ്ങൾക്ക് നൽകിയ അവസരമാണ്. ഇതിൽ പരീക്ഷയുടെ റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളുണ്ടാകാം, ഒരു കുഞ്ഞിനായി കാത്തിരിക്കുന്ന അമ്മമാരുണ്ടാകാം, ആരോഗ്യത്തോടെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനായി പ്രാർത്ഥനകളോടെ കാത്തിരിക്കുന്ന അമ്മമാരുണ്ടാകാം, രോഗാവസ്ഥയിലായിരുന്നു കൊണ്ട് ഈ പ്രാർത്ഥന കാണുന്നവർ, ജോലിയില്ലാതെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, ജോലി ഭാരത്താൽ ഭാരപ്പെടുന്നവർ, സാമ്പത്തിക തകർച്ചയിലായിരിക്കുന്നവർ, ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് അതിൽ നിന്നും പിന്മാറാൻ കഴിയാതെ ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെയെല്ലാം കർത്താവ് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്കായി അവിടുന്ന് ഒരു അവസരം നൽകിയിരിക്കുകയാണ്. ഈ പ്രാർത്ഥനയിലൂടെ കർത്താവായ ഈശോ നിങ്ങളുടെ മേൽ വരികയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. കർത്താവായ ഈശോയെ, പലപ്പോഴും നിന്നിൽ നിന്ന് അകന്നുപോയ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ പോലും ഞങ്ങൾക്കായി ഒരവസരം നൽകി ഞങ്ങളെ തിരികെ വിളിച്ച ദൈവമേ, ഇന്നിതാ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞുകൊണ്ട് നിന്റെ സന്നിധിയിൽ മുമ്പാകെ നിൽക്കുന്നു. നിന്റെ അനുഗ്രഹം ഞങ്ങളിലേക്ക് ചൊരിയണമേ. ഞങ്ങൾ ഇന്ന് പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് അവിടുന്ന് ഇടപെടണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി കുരിശുമരണമേറ്റ അങ്ങയുടെ തിരുശരീരത്തിലെ തിരുരക്തത്താൽ ഞങ്ങളുടെ പാപങ്ങളെ തുടച്ചു നീക്കി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് നീയല്ലാതെ മറ്റൊരാശ്രയമില്ല കർത്താവേ. ഞങ്ങളുടെ ജീവിതപാതകളിൽ അവിടുന്ന് പ്രകാശമായി കടന്നു വരണമേ. ഞങ്ങളുടെ കുടുംബത്തിന്മേൽ അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ വലയം തീർക്കണമേ. ഒരു പൈശാചിക ശക്തികളോ അപകടങ്ങളോ ഞങ്ങളുടെയോ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നേരെയോ ഉയർക്കുവാൻ നീ അനുവദിക്കരുതേ. ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച ഞങ്ങളുടെ പ്രാർത്ഥന ഏറ്റെടുത്തതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ ചിലർ അത് നിരസിച്ചേക്കാം. എങ്കിലും മനോവിഷമത്തിലായിരിക്കുന്നവരും ഈ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹങ്ങൾ ലഭിക്കാനിരിക്കുന്നവരും ഉണ്ടായിരിക്കും. അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിലൂടെ നിങ്ങളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കും. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻപായി മറ്റുള്ളവർക്കായി നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ പറയാതെ തന്നെ കർത്താവ് നമുക്ക് നടത്തിത്തരും. അതുപോലെ തന്നെയാണ് ഓരോ പ്രാർത്ഥനയും ഷെയർ ചെയ്യുമ്പോൾ നമ്മളായിട്ട് ദൈവത്തെ അറിയുവാൻ ഒരു അവസരമുണ്ടാക്കുമ്പോൾ ഈശോ നമ്മളെയും അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കും. ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു. പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിച്ചവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.